പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാദവാർഷിക മൂല്യനിർണ്ണയം അവസാനിച്ചിരിക്കുകയാണ്. അടിസ്ഥാന ശാസ്ത്രം 7ാം തരത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നു. പ്രവർത്തനം 1. മൂവാണ്ടൻ മാവിൻ്റെ വേരോട് കൂടിയ ചെടിയിൽ നല്ല കായ്ഫലമുള്ള നീലൻ മാവിൻ്റെ കമ്പ് ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം മാവിൻ തൈ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന മാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നാടൻ മാവിൻ്റെ, അതായത് മൂവാണ്ടൻ മാവ് നമ്മളെ നാട്ടുമാവാണ്. നാടൻ മാവിൻ്റെ ചെടിയിൽ വേരോട് കൂടിയ ചെടിയിൽ നീലം മാവിൻ്റെ കമ്പ് ഒട്ടിച്ചു ചേർത്താൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം: വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. മാവിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. നല്ല മധുരമുള്ള ധാരാളം മാമ്പഴം ലഭിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിലെ എ ഭാഗത്തിൻ്റെ ഉത്തരം. രണ്ടാമതൊരു ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ച തൈച്ചെടി നട്ടിട്ടും കർഷകന് മികച്ച വിളവ് ലഭിച്ചില്ല. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും 3 കാര്യങ്ങൾ എഴുതുക. നല്ല ഗുണമേന്മയുള്ള വിത്ത് നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വിത്തിന് ശരിയായ രീതിയിൽ വിള പരിപാലനം നടത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. ഉത്തരം: ശരിയായ രീതിയിലുള്ള വളപ്രയോഗം, ശരിയായ കീടനിയന്ത്രണം, ശരിയായ കളനിയന്ത്രണം എന്നിവ പാലിച്ചാൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതാണ്. ശേഷം സി വിഭാഗം ചോദ്യത്തിൽ 2 പയർ ചെടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്ന 2 പയർ ചെടികളുടെയും ഗുണങ്ങളോട് കൂടിയ ഇനം പയർ ചെടി ഉൽപ്പാദിപ്പിക്കാൻ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത്? മുകുളമൊട്ടിക്കൽ, സ്വപരാഗണം, പരപരാഗണം, കൃത്രിമ പരാഗണം. അങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്രിമ പരാഗണം എന്നുള്ളതാണ് ഉത്തരം. പ്രവർത്തനം 2. 2 കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ്. എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് ചെമ്പ് പാത്രത്തിലാണ്. ആൺകുട്ടി പറയുന്നത് എൻ്റെ വീട്ടിൽ പുളി സൂക്ഷിക്കുന്നത് മൺഭരണിയിലാണ്. ഇതിൽ ആരുടെ അഭിപ്രായത്തോടാണ് നിങ്ങൾ യോജിക്കുന്നത്? എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, പുളി രുചിയുള്ള പദാർത്ഥങ്ങൾ ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പുളി ചെമ്പ് പാത്രത്തിൽ സൂക്ഷിച്ചാൽ അത് രാസപ്രവർത്തനം നടക്കുകയും നമുക്ക് അസുഖം വരാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ പുളി സൂക്ഷിക്കുന്നതിന് മൺഭരണി തന്നെയാണ് നല്ലത്. ഇതിലപ്പോൾ ആൺകുട്ടിയുടെ അഭിപ്രായത്തോടാണ് നമ്മൾ യോജിക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യത്തിലെ ബി ചോദ്യം: ചില പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. 5 ഓപ്ഷനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഉത്തരം മാത്രം പറയാം. എ ഭാഗത്ത് പൂരിപ്പിക്കേണ്ട ബേസ്, ബി മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ, സി മരുന്ന്, ഡി ഗ്ലാസ്. ശേഷം സി ഭാഗം ചോദ്യം: സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ ഏത്? ഉത്തരം മാത്രം പറയുന്നു. സോപ്പിൻ്റെ ഗാഢതയും അളവും കൂട്ടാനായി സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ഉപയോഗിക്കുന്നു. സോപ്പ് നിർമ്മിക്കാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. 3ഉം 4ഉം ശരി. ഇനി പ്രവർത്തനം 3. മികച്ച വിളവ് ലഭിക്കാൻ കർഷകൻ ഉപയോഗിച്ച ചില വളങ്ങളുടെ പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. പ്രസ്താവനകളെ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. പട്ടികയിൽ വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ട ഭാഗം മാത്രം പറയുന്നു. എ രാസവളം, ബി മണ്ണിന് ദോഷകരമല്ല, സി ആവശ്യമുള്ള ഘടകം മാത്രം നൽകാം, കുറഞ്ഞ അളവിൽ മതി ഇതെന്നുള്ളതാണ് ഉത്തരം. ഇനി ബി: കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതുകൂടാതെ കർഷകർ സാധാരണ സ്വീകരിക്കുന്ന 2 കീടനിയന്ത്രണ മാർഗങ്ങൾ ഏതെല്ലാം? ജൈവ നിയന്ത്രണം, കീടനാശിനികൾ എന്നിങ്ങനെ 2 ഉത്തരങ്ങൾ എഴുതിയാൽ മതിയാകും. ശേഷം പദജോഡികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി വിട്ടുപോയവ പൂരിപ്പിക്കുക.
പൂരിപ്പിക്കേണ്ട ഭാഗം മാത്രം പറയുന്നു. എ ഫ്ലോറി കൾച്ചർ, ബി തേനീച്ച. അടുത്ത ചോദ്യം പ്രവർത്തനം 5. കായിക പ്രജനനവുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂരിപ്പിക്കുക. പൂരിപ്പിക്കേണ്ട ഭാഗം മാത്രം പറയുന്നു. എ വേര്, ബി കാണ്ഡം നട്ട് വളർത്തുന്ന ചെടികളുടെ പേരാണ് അവിടെ പറയുന്നത്. കരിമ്പ്, മരച്ചീനി, റോസ, അങ്ങനെ ഏതും കൊടുക്കാം. സി ഇല, ഡി ഭൂകാണ്ഡം. ഇനി ബി ചോദ്യം. ചുവന്ന ചെമ്പരത്തിയിൽ വിവിധ നിറത്തിലുള്ള ചെമ്പരത്തിപ്പൂക്കൾ ഉണ്ടാക്കാൻ പലതരം ചെമ്പരത്തി ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്തു. ഇതിൻ്റെ വിവിധ ഘടകങ്ങൾ ക്രമമായി എഴുതുന്നു. ആദ്യഘട്ടം ചുവടെ ചേർക്കുന്നു. ഇനി വിട്ട ഭാഗം മാത്രം പറയുന്നു. ചുവന്ന ചെമ്പരത്തിയിൽ മുകുളം ഒട്ടിക്കാൻ ഉള്ള സ്ഥലത്തെ തൊലി ചെത്തി മാറ്റുക. ശേഷം സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് മുകുളം പുറത്ത് കാണുന്ന രീതിയിൽ പോളിത്തീൻ ടാപ്പ് കൊണ്ട് വരിഞ്ഞു കെട്ടുക. അങ്ങനെ 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ശേഷം സി വിഭാഗം ചോദ്യം. വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവിടെ വികസിപ്പിച്ചെടുത്ത കാർഷിക വിളകളും ചുവടെ കൊടുത്തിരിക്കുന്നു. പട്ടിക പൂർത്തിയാക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. ശേഷം 6ാമത്തെ ചോദ്യം. നാരങ്ങനീര്, വിനാഗിരി, പുളിവെള്ളം, മോര് എന്നീ ലായനികളിൽ പതിമുഖ ലായനി ഒഴിച്ചപ്പോൾ മഞ്ഞ നിറമായി. ഇത്തരം ലായനികളുടെ ഏതെങ്കിലും 2 പൊതു സ്വഭാവങ്ങൾ എഴുതുക. പുളിരുചി ഉണ്ടായിരിക്കും. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവന്ന നിറമാക്കും. ഇനി നാം കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡും ഉൾപ്പെടുന്ന പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ്. എ ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളത് പുളി, ബി ഓക്സാലിക് ആസിഡ്, സി നെല്ലിക്ക, ഡി മാലിക് ആസിഡ്. ശേഷം 8ാമത്തെ പ്രവർത്തനം. ശാസ്ത്ര കിറ്റിലുള്ള ചില സാമഗ്രികൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പക്കാരം, ടെസ്റ്റ് ട്യൂബ്, മഗ്നീഷ്യം റിബൺ, വിനാഗിരി, ചുണ്ണാമ്പ് വെള്ളം, തീപ്പെട്ടി. അനുയോജ്യമായവ പ്രയോജനപ്പെടുത്തി ചുവടെ നൽകിയിരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ ഒരു കുട്ടി പരീക്ഷണം ചെയ്ത് പരീക്ഷണക്കുറിപ്പ് പൂർത്തിയാക്കുക. ലക്ഷ്യം ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് തിരിച്ചറിയുന്നതിന്. ആവശ്യമായ സാമഗ്രികൾ ടെസ്റ്റ് ട്യൂബ്, വിനാഗിരി, മഗ്നീഷ്യം, തീപ്പെട്ടി. ഇനി പരീക്ഷണക്രമം. ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യം റിബൺ ചെറിയ കഷ്ണങ്ങളായി ഇടുന്നു. ശേഷം വിനാഗിരി അല്പം ടെസ്റ്റ് ട്യൂബിലേക്ക് ചേർക്കുന്നു. നിരീക്ഷണത്തിന് അവിടെ എഴുതേണ്ടത് അല്പസമയത്തിനുള്ളിൽ മഗ്നീഷ്യം റിബണിൽ നിന്നും കുമിളകൾ മുകളിലേക്ക് വരുന്നതായി കാണുന്നു. ഇതിൽ നിന്നും ഏതോ ഒരു വാതകം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിഗമനം. ലോഹങ്ങളും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ് എന്ന് നമുക്ക് തീപ്പെട്ടി കൊള്ളി കത്തിച്ച് കാണിക്കുമ്പോൾ ചെറിയൊരു ശബ്ദത്തോടു കൂടി കെട്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഈ രീതിയിൽ ഈ സ്വഭാവത്തിൽ തീ കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ലോഹങ്ങളും ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് വാതകം ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആസിഡുകളുടെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. ആസിഡുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്നു. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് പാദവാർഷിക പരീക്ഷ അടിസ്ഥാന ശാസ്ത്രത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ. എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ഉത്തരം എഴുതിയെടുക്കുക.